കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഡൽഹിയിൽ നിർണായക ചർച്ച. സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജൻപഥിലാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയിരിക്കുന്നത്. MLA-മാരുടെ അഭിപ്രായം പരിഗണിക്കണം എന്നാണ് തന്റെ നിലപാടെന്ന് കെ സുധാകരൻ MP പ്രതികരിച്ചു. നിർണായക ചർച്ചയാണ്. അഭിപ്രായം കൃത്യമാണോ? നിലപാടും കൃത്യമാണ്. എന്താണ് അഭിപ്രായം? അതിപ്പോ നിങ്ങളോട് പറയേണ്ടതല്ലല്ലോ. അവിടെ ചർച്ച MLA-മാരുടെ പിന്തുണ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണോ നിലപാട്? അത് തന്നെയാണോ? പ്രതിസന്ധിയില്ലെന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും ചർച്ചയ്ക്ക് മുൻപ് KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് അവർ UDF-ന് നൽകിയ വിജയത്തിന് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വളരെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. കോൺഗ്രസ് ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പ്രതിസന്ധികൾ ഇതിപ്പോൾ പ്രതിസന്ധിയല്ല, നല്ല വിജയമാണ് ഉണ്ടായത്. തീരുമാനം എടുക്കാനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് ജനാധിപത്യ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം, പാർട്ടിയിലെ നേതാക്കളുടെ അതല്ലാത്തവരുടെ ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് എടുക്കും. അപ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇതേ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന വേളമാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. എല്ലാ വിഭാഗം നേതാക്കളുമായിട്ട് അവർ ആലോചിക്കുക, അവരത് അഭിപ്രായം തേടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. പാർട്ടിയുടെ ഡിസിഷൻസ് ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടെ നടക്കുന്നു, പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കൂടെ നടക്കുന്നു. അത് കഴിയുമ്പം പാർട്ടി തീരുമാനം എടുക്കും. അതൊന്നും പറയാൻ നമ്മൾ കോമ്പിറ്റന്റ് അല്ലല്ലോ. ഇന്നിപ്പോൾ നമ്മളൊരു മീറ്റിംഗിന് വിളിച്ചു, എന്താണെന്ന് അവിടെ പോയാൽ അറിയാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിൽ നിങ്ങൾ പിന്നെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അനുസരിക്കാൻ ഇല്ല. ഇന്ന് വൈകിട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലെത്തും. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കൂടിക്കാഴ്ച നടത്തും. വിനീത VG ഡൽഹിയിൽ നിന്ന് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിനീത VGയിലേക്കാണ്. വിനീത, ഈ ചർച്ചകൾ തുടങ്ങിയോ? ഉന്മേഷ്, ചർച്ചകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ജൻപത് 10 നമ്പർ വീടായ സോണിയാഗാന്ധിയുടെ വസതിയിലാണ്. ഈ വീട്ടിലേക്കാണ് അല്പസമയം മുൻപ് നേതാക്കളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. K മുരളീധരൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ MM ഹസൻ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് എത്തിയിരിക്കുന്നത്. AP അനിൽകുമാർ എത്തിയിട്ടുണ്ട്. VM സുധീരനുമായിട്ടുള്ള കൂടിക്കാഴ്ച ചർച്ചകൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഉച്ചയ്ക്ക് 2:30 ഡൽഹിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഒരു 3:30 അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹവുമായുള്ള ചർച്ചയും ഉണ്ടാവുക. നിലവിൽ ഈ സോണിയാഗാന്ധിയുടെ വസതിയിലാണ് ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നതെങ്കിൽ പോലും ഈ ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ സോണിയാഗാന്ധി പങ്കെടുക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് നേതാക്കൾ പൊതുവെയുള്ള കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ അവർ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഓരോ നേതാക്കൾക്കും അവർക്ക് എന്താണ് പറയാനുള്ളത്, ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം ഹൈക്കമാൻഡ് കേൾക്കും. രാഹുൽ ഗാന്ധി അത് കേൾക്കും. അത് അല്ലാതെ ഹൈക്കമാൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ഇപ്പോൾ KC വേണുഗോപാലിന്റെ പേര് അത് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ചർച്ചയിൽ അങ്ങനെ ഒരാളുടെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് ആ പേരിനോടുള്ളൊരു അഭിപ്രായമായിരിക്കില്ല ഹൈക്കമാൻഡ് തേടുക. പകരം ഈ സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എത്തുന്നതായിരിക്കും ഉചിതം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്ന കോൺഗ്രസിലെ മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, മറ്റു മുതിർന്ന നേതാക്കൾ, ഇവരുടെയൊക്കെ അഭിപ്രായം തേടും. K സുധാകരനും എത്തിയിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ശേഷം വൈകിട്ട് 5 മണിയോടുകൂടി മല്ലികാർജ്ജുൻ ഖർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും തമ്മിൽ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. അദ്ദേഹം ഇപ്പോൾ ബംഗളൂരുവിലാണുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹം ബംഗളൂരിലായിരുന്നു. ഒരുപക്ഷെ നാളെ മടങ്ങി എത്താമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നാളെ മടങ്ങി എത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലേക്ക് നിർണായക ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ
ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി തിരികെ ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 5 മണിയോടുകൂടി തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചയുണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ഒരു നിർണായക പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചർച്ചകൾ ആരംഭിക്കും. നേതാക്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കും. അതിൽ നേരത്തെ തന്നെ ഈ MLA മാരടക്കം KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതല്ല കേരളത്തിന്റെ പൊതുവികാരം ഉൾപ്പെടെ അത് മാനിക്കണമെന്ന് പറയുന്നവരുണ്ട്. അതിൽ കെ മുരളീധരനൊക്കെ എന്ത് നിലപാട് എടുക്കുമെന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമായിട്ടുണ്ടാവുക. ഒപ്പം അല്പസമയം മുൻപ് ഈ കൂടിക്കാഴ്ചയ്ക്കായി എത്തുന്നതിന് അല്പസമയം മുൻപ് കെ സുധാകരൻ വ്യക്തമാക്കിയത് ഈ MLA മാരുടെ ഒരു പിന്തുണ അത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന തരത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നേതാക്കൾ എന്ത് നിലപാട് വ്യക്തമാക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ആലോചിച്ചായിരിക്കും അന്തിമഘട്ട തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒപ്പം തന്നെ നേരത്തെ 2 നിരീക്ഷകരെ കൂടി കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി ആ റിപ്പോർട്ട് കൂടി നൽകും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഏതാണെങ്കിലും പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.